സദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഓലൻ. വളരെ രുചികരമായിട്ട് ഓലൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1/2 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ബ്രൗൺ കളറിലുള്ള വൻപയറാണ് നല്ലത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൽ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓലനിൽ സാധാരണ ഉപ്പിടാറില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 3 വിസിൽ വരുന്നവരെ ഇത് വേവിക്കുക. ഇത് കുതിർത്തിയിട്ടാണ് നിങ്ങൾ വേവിക്കുന്നതെങ്കിൽ 1 വിസിൽ കൊണ്ട് തന്നെ ചിലപ്പോൾ വേവും. ഞാനിവിടെ 3 വിസിൽ വന്നതിന് ശേഷം ഇത് ഓഫ് ചെയ്തിടുന്നുണ്ട്. ഇത് സ്റ്റീം പോകുന്ന സമയം കൊണ്ട് ഇതിനകത്തേക്ക് വേണ്ട കുമ്പളങ്ങയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 500 ഗ്രാം കുമ്പളങ്ങയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. സ്റ്റീം എല്ലാം നന്നായി പോയിട്ടുണ്ട്. നമ്മൾക്കിനി കുക്കർ തുറന്നു നോക്കാം. ഞാനിവിടെ പയർ കുതിർക്കാതെയാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ പയറൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കുമ്പളങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കിലോ കുമ്പളങ്ങയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിലാണ് കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി എരിവിനായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഓലനിൽ എരിവും നല്ലപോലെ കുറവായിരിക്കും. ഞാനിവിടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് 2 കാന്താരി മുളക് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1 തേങ്ങയുടെ 1 കപ്പ് 2/2 പാലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി കുമ്പളങ്ങയെല്ലാം നല്ലപോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. തുറന്നു വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. കാരണം നമ്മൾക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുമ്പളങ്ങ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/4 പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/2 കപ്പ് കട്ടിയുള്ള 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ നമ്മൾക്കിത് അടച്ചു വെക്കാം. ഇതിൻ്റെ വെയിറ്റ് ഈ സമയത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് 15 മിനിറ്റ് അടച്ചു വെക്കുക. അപ്പോഴാണ് ഓലന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ ഇതോടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓലനെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് വിളമ്പാം. ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ തിളപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കറി പിറ്റേ ദിവസത്തേക്ക് ഇരിക്കത്തില്ല. ഉണ്ടാക്കി അന്ന് തന്നെ ഓലൻ തീർക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഓലൻ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്